നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സോന പറഞ്ഞതുപോലെ പെറ്റമ്മ അല്ലെന്നുള്ള പരിഗണന ഞാനും കൊടുക്കാം. അതും പ്രതിഭ സമ്മതിക്കുകയാണെങ്കിൽ. ഇനി നീ പറ പ്രതിഭേ, അമ്മയോടെ ഒത്തുപോകാൻ നിനക്ക് പറ്റുമോ? നിങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനപ്പുറം എനിക്ക് വേറൊരു തീരുമാനമൊന്നും ഇല്ല ഇന്ദ്രേട്ടാ. അനുചേച്ചി പറയുന്നത് പോലെ മുന്നോട്ട് പോകാൻ ഞാൻ ഒരുക്കുക. എന്റെ അഭിപ്രായം നമ്മൾ പഴയതുപോലെ ഒരു കുടുംബമായി മുന്നോട്ട് പോണമെന്ന്. അതിനുവേണ്ടി അമ്മയ്ക്ക് മുന്നിൽ വലിയ നിബന്ധനകളൊന്നും വെക്കണമെന്നില്ല. പണ്ടത്തതിലും കൂടുതൽ കരുതലോടെ നമ്മളിനി അമ്മയെ നോക്കുകയാ വേണ്ടത്. അമ്മയെക്കൊണ്ട് നമ്മളിനി കൂടുതൽ ജോലികളൊന്നും ചെയ്യിപ്പിക്കുന്നില്ല, പ്രത്യേകിച്ച് കിച്ചണിൽ. പിന്നെ സ്വന്തം വീട് ശുചിയായി സൂക്ഷിക്കുന്നതിനോ അവനവന്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ നിന്നോ അമ്മയെ വിലക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അമ്മയ്ക്കുള്ള ആഹാരവും നമുക്ക് മുടങ്ങാതെ കൊടുക്കാം. എന്നാ നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കേണ്ട അവസ്ഥ അമ്മയ്ക്ക് ഒരിക്കലും ഉണ്ടാവരുത്. ഞാൻ വീണ്ടും ആഹാരത്തിൽ വിഷം കലർത്താൻ സാധ്യതയുണ്ടെന്ന് പറയാതെ പറയുക മൂദേവി. പിന്നെ നാളെ മുതൽ അമ്മയ്ക്ക് ആഹാരം കൊടുക്കുന്ന കാര്യത്തിലും നമുക്കൊരു ചിട്ട വെക്കാം. ആദ്യത്തെ ദിവസം ഞാൻ കൊടുക്കാം, അതിനടുത്ത ദിവസം സോന കൊടുക്കട്ടെ, മൂന്നാമത്തെ ദിവസം പ്രതിഭ. അങ്ങനെ നമ്മള് 3 പെണ്ണുങ്ങൾ മാറി മാറി അമ്മയുടെ ആഹാര കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കാം. മറ്റാവശ്യങ്ങളൊക്കെ ഇന്ദ്രേട്ടനും സത്യനും ശ്യാമും ഒക്കെ ചെയ്യട്ടെ. എന്താ? അനുവിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുക. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. ഏട്ടത്തിയുടെ തീരുമാനം തന്നെ നടക്കട്ടെ, അല്ലേ ശ്യാമേ? അതെ. സോനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അമ്മയെ ഉപേക്ഷിക്കാതിരുന്നതിൽ എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. എന്താ പ്രതിഭേ? അനുചേച്ചിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ. എന്നാ ശരി, ഇനി നമുക്ക് അതുപോലെ ചെയ്യാം. നമ്മുടെ ഈ തീരുമാനം സോന അമ്മയെ അറിയിക്കും. അമ്മയെല്ലാം കേൾക്കുന്നുണ്ടാവും. എന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. വിധി അറിയാൻ ചെവി കുറിപ്പിച്ച് നിൽക്കുകയായിരിക്കും. കൊള്ളാലോ ആന്റി. മൂത്ത മരുമകള് വലിയ പരിഗണനയാണല്ലോ ആന്റിക്ക് തന്നിരിക്കുന്നത്. ഇനി ആന്റിക്ക് അവിടെ സുഖമായിട്ട് ജീവിച്ചു പോവല്ലേ? നീ എന്നെ പരിഹസിക്കുകയാണോ വർഷേ? എനിക്ക് അവളുടെ ഔദാര്യത്തിനൊന്നും ഇവിടെ ജീവിക്കണ്ട. എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം എന്റെ മക്കൾ അവൾക്ക് കൊടുത്തപ്പോ തകർന്നു പോയതേ എന്റെ അഭിമാനവും എന്റെ വ്യക്തിത്വമാ. എന്നിട്ടെന്താ ആന്റി അപ്പ തന്നെ പ്രതികരിക്കാതിരുന്നത്? അവക്കതിനുള്ള എന്ത് യോഗ്യതയുണ്ടെന്ന് അപ്പ തന്നെ ആന്റി ചോദിക്കണ്ടേ? ചോദിക്കാൻ മാത്രമല്ല, ആ നിമിഷം അവളെ ഇവിടുന്ന് ആട്ടിയിറക്കാൻ എനിക്ക് തോന്നിയത്. അതിനുള്ള ശക്തി എനിക്ക് ഇപ്പോഴും ഉണ്ട് ഹർഷേ. പക്ഷേ അവൾ ഇറങ്ങി പോകുമ്പോ ബാക്കിയുള്ളവര് കൂടി അവളുടെ പുറകെ ഇറങ്ങിപ്പോയാലോ എന്നൊരു പേടി. അങ്ങനെ സംഭവിച്ച അത് കൈവിട്ട കളിയായി പോകും. അതിരിക്കട്ടെ, ഇനി എന്താ ആന്റിയുടെ പ്ലാൻ? അവളെ അനുസരിച്ച് അവള് തരുന്ന ആഹാരവും കഴിച്ച്
അവിടെ മിണ്ടാതെ ജീവിക്കാൻ തന്നെയാണോ? മിണ്ടാതിരിക്കണമെങ്കിലേ സുശീലയുടെ നാവ് തളർന്നു പോണം. തൽക്കാലം ഇവിടുന്ന് പിടിച്ചു നിൽക്കാനേ ഞാനൊന്ന് ഒതുങ്ങി നിൽക്കുക ഹർഷേ.